യെസ്, ന്യൂസ് മോർണിംഗ് തുടരുമ്പോൾ പാലക്കാട് എലപ്പുള്ളിയിലേക്കാണ്. അവിടെ ഒയാസിസ് കമ്പനി മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എവിടെ നിന്നും വെള്ളം കണ്ടെത്തുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. തുടക്കം മുതൽ ഈ ചോദ്യം മുന്നിലുണ്ട്. അതായത് മഴവെള്ളം സംഭരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാം എന്നായിരുന്നു മന്ത്രി എം ബി രാജേഷ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് പ്രായോഗികമല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ഉയർന്ന മർദ്ദത്തിലുള്ള പെട്രോളിയം പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്ത് മഴക്കുഴി എടുക്കുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട്. ആകെ 24 ഏക്കർ സ്ഥലം മാത്രമാണ് ഒയാസിസ് കമ്പനിയുടെ കൈവശമുള്ളത്. ഇതിൽ കെട്ടിടം നിർമ്മിക്കാൻ തന്നെ വലിയൊരു അളവ് സ്ഥലം വേണം. ബാക്കിയുള്ള സ്ഥലത്ത് മഴക്കുഴി നിർമ്മിച്ച് അതിൽ നിന്ന് വെള്ളമെടുത്ത് മദ്യം ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത് പ്രായോഗികമല്ല. ഒയാസിസ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് വേണ്ട പ്രധാന അസംസ്കൃത വസ്തു വെള്ളമാണ്. എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് എക്സൈസ് മന്ത്രി ആവർത്തിച്ച് പറയുന്നു. മഴവെള്ള സംഭരണികളിൽ വെള്ളം ശേഖരിച്ച് അതിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യവും മന്ത്രി പറയുന്നു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു മാതൃകകളില്ല. ഇന്ത്യ രാജ്യത്ത് മഴവെള്ളം കൊണ്ട് ഇതുപോലെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പേരും എൻ്റെ അറിവിലില്ല. അത് അസാധ്യമാണ്, നടക്കാത്തൊരു കാര്യമാണ്. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്കും തമിഴ്നാട്ടിലെ കരൂരേക്കും പോകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പൈപ്പുകൾ ഒയാസിസിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡീസലും പെട്രോളും പോകുന്ന പൈപ്പുകളുള്ള ഭാഗത്ത് ആഴത്തിൽ മഴക്കുഴിയെടുക്കുന്നത് അപകടകരമാണ്. ഒയാസിസ് കമ്പനി വന്നാൽ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ മുഴുവൻ കൃഷി ഈ വെള്ളം കൊണ്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വെള്ളത്തിന് ബുദ്ധിമുട്ടിക്കരുത്. ഒയാസിസിന് മദ്യോൽപാദനത്തിനായി വെള്ളം എത്തിച്ചു നൽകാൻ കഴിയില്ലെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. സാജിദ് അജ്മൽ തന്നെ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു. സാജിദ്, ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്ന് മന്ത്രി എം ബി രാജേഷ് അന്നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 ഏക്കറിലുള്ള ഒരു മഴവെള്ള സംഭരണിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 5 ഏക്കർ വലിപ്പത്തിലുള്ള ഒരു മഴവെള്ള സംഭരണി പ്രായോഗികമായ ഒരു ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ പഠനങ്ങളോടുകൂടിയുള്ള ഒരു തീരുമാനമാണോ? അത് ഒട്ടുമേ സാധ്യമല്ല എന്നാണോ ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളൊക്കെ പറയുന്നത്? സൈഫുദ്ദീൻ ജിൽസി, ഈ ഒയാസിസ് കമ്പനി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ഈ ഡിസ്റ്റിലറിയും ബ്രൂവറിയുമാണ്, അതായത് മദ്യമാണ്. അതിന്റെ പ്രധാന അസംസ്കൃത വസ്തു എന്നുള്ളത് വെള്ളമാണ്. ഈ മഴക്കുഴി കൊണ്ട് ഈ എല്ലാ കാലത്തും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്ന് ആർക്കും മനസ്സിലാകുന്നതാണ്. കാരണം ഈ മഴക്കുഴിയിൽ ഈ വേനൽക്കാലത്ത് വലിയ തോതിൽ വെള്ളം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ മഴക്കാലത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഒയാസിസ് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒയാസിസ് കമ്പനിയുടെ 24 ഏക്കർ സ്ഥലത്ത് ഈ 5 ഏക്കർ സ്ഥലത്ത് മഴക്കുഴി നിർമ്മിക്കുമെന്നുള്ളതാണ്. അത് ഈ 5 ഏക്കർ സ്ഥലം ഒരു പക്ഷേ ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമായിരിക്കും. ആ സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നു. ഇപ്പോഴും ഈ പാടത്തിറങ്ങിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ സ്ഥലത്ത് കൃത്യമായി ഒരു ബോർഡ് കാണാം, ഒരു മുന്നറിയിപ്പ് ബോർഡാണത്. ഈ ഉയർന്ന മർദ്ദത്തിൽ പോകുന്ന പെട്രോളും ഡീസലും ഭൂമിക്കടിയിലൂടെ പോകുന്നുണ്ട്. അത് കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്കും തമിഴ്നാട്ടിലെ കരൂരേക്കുമാണ് ഡീസലും പെട്രോളും പോകുന്നത്. ആ സ്ഥലത്ത് വലിയ രീതിയിൽ കുഴിയെടുക്കുക എന്നുള്ളത് സാധ്യമുള്ള ഒരു കാര്യമല്ല, അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അവിടെ ഈ ചതുപ്പ് നിലത്ത് ഈ മഴക്കുഴി നിർമ്മിക്കുക എന്നുള്ളത് ഈ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതല്ലാത്ത ഡാറ്റാ ബാങ്ക് അല്ലാത്ത മറ്റ് സ്ഥലത്താണ് ഇവർ ഈ മഴക്കുഴി എടുക്കുന്നതെങ്കിൽ പിന്നെ കെട്ടിടം നിർമ്മിക്കാൻ ഈ സ്ഥലം എവിടെ എന്ന ചോദ്യവും പ്രസക്തമാണ്. നേരത്തെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റി ഈ മദ്യ ഉൽപാദനത്തിനായി വെള്ളം എത്തിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എവിടെ നിന്ന് വെള്ളം എത്തിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെയാണ് ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കാൻ പോകുന്നത്.